ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് എനർജിയാണ്. അതോടൊപ്പം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്നാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പ്, ഈ ഒരു റീഡിങ്ങിൻ്റെ അകത്ത് ഈ ഒരു ബന്ധം ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഒരു റിലേഷൻഷിപ്പ് അല്ല. ഇതൊരു തരം ഒരു പുള്ളിങ് എനർജി നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര ഡിസ്റ്റൻസിൽ വന്നാലും എത്ര മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായാലും നിങ്ങൾ രണ്ടുപേരും വീണ്ടും വീണ്ടും ഒരേ പോയിന്റിലോട്ട് തന്നെ തിരിച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ഒരു അൺസീൻ ഒരു കണക്ഷൻ നിങ്ങൾക്ക് എവിടെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? എത്രയൊക്കെ മാറിയാലും വീണ്ടും നിങ്ങളെ അങ്ങോട്ടേക്ക് വലിച്ചു കൊണ്ടുവരുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ തമ്മിൽ സംസാരിക്കാത്ത സമയത്ത് പോലും ശരിക്കും പറഞ്ഞാൽ എനർജി ലെവലിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. എസ്പെഷ്യലി രാത്രി സമയങ്ങളിലൊക്കെ നിങ്ങൾക്ക് ആ ഒരാളുടെ പ്രസൻസ് ഒക്കെ നല്ലതുപോലെ ഫീൽ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഒരാൾക്ക് മറ്റൊരാളെ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ ഓർക്കുന്നുണ്ട്. സഡൻലി മൂഡ് ചേഞ്ചസ് ഒക്കെ വരാറുണ്ട്. പിന്നെ നിങ്ങളുടെ ഹാർട്ട് വളരെ ഹെവി ആയിട്ടൊക്കെ തോന്നുന്നു. ഇതൊക്കെ റാൻഡം ആയിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല. ഓക്കെ. അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് എനർജിയാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് ഒരാൾ വളരെ ഇമോഷണലി ഭയങ്കര എന്താ പറയുക, വളരെ പ്യുവർ ആയിട്ടുള്ള, ഒരുപാട് സ്നേഹിക്കുന്നത്, അതേപോലെ തന്നെ പ്രതീക്ഷകളൊന്നും ഒരു ഒരു എക്സ് ഒരു ഒരു പ്രതീക്ഷയില്ല. ഭയങ്കര ഡെപ്തിലുള്ള ഒരു സ്നേഹം അങ്ങനെ കൊടുക്കുന്ന ഒരാളാണ്. പക്ഷേ മറ്റേയാളെന്ന് പറയുമ്പോൾ ഇഷ്ടമുണ്ട്, പക്ഷെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊക്കെ കുറെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു പുഷ് ആൻഡ് പുൾ സിറ്റുവേഷൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പല പ്രാവശ്യം നിങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട് ഇത് എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആവാത്തത് എന്ന്. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഒരു ബന്ധം നിങ്ങൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി, അതായത് നിങ്ങളെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. എഫേർട്ട് കൊടുക്കാൻ മാത്രമല്ല, നിങ്ങളുടെ ലൈഫ് പർപ്പസിലോട്ടും നിങ്ങളെ കംപ്ലീറ്റ്ലി ഏതൊക്കെ തരത്തിലാണ് ആ ഒരു തരത്തിലൊക്കെ ആ ഒരു ഗ്രോത്ത് ഫോഴ്സ് ചെയ്ത് നിങ്ങളെ കൊണ്ട് ആ ഒരു നിങ്ങൾ എന്താണ് ഈ ഒരു ജന്മത്തിലാവേണ്ടത് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു എനർജിയാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൻ്റേത്. അതോടൊപ്പം തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതോടെ ആ ഒരു ടൈം പീരീഡിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് മാറി. അതായത് നിങ്ങളുടെ തിങ്കിങ്, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഇമോഷണലി നിങ്ങൾക്കുള്ള ആ ഒരു ഡെപ്ത്, നിങ്ങളുടെ സെൽഫ് അവയർനെസ് എല്ലാം നല്ലതുപോലെ ഇൻക്രീസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ സെയിം ആയിട്ട് അവരുടെ സൈഡിൽ നോക്കിയാലും ഇതൊക്കെ തന്നെ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു സ്ലോ ആയിട്ടാണ് അവർ തിരിച്ചറിയുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഫാസ്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ട്, ആ ഒരു പേഴ്സൺ വന്നുകൊണ്ട് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ, ഒരുപാട് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു പേഴ്സണ് അത്ര ഒരു ഇതിലല്ല, പതുക്കെയാണെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. നമുക്കിവിടെ പറയാൻ പറ്റും, ഇവിടെ ശരിക്കും പറഞ്ഞ ഒരു സൈലൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ തമ്മിലുള്ള ഒരു ചെറിയൊരു ബ്രേക്കപ്പ്, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കുക, അങ്ങനത്തെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു പണിഷ്മെന്റ് അല്ല, അതൊരു പ്രിപ്പറേഷൻ ആണ്. ശരിക്കും പറഞ്ഞാൽ അവർ നിങ്ങളെ ശരിക്കും ഇഗ്നോർ ചെയ്യുന്നത് പോലെയൊക്കെ തോന്നാം. പക്ഷെ സത്യം എന്തെന്ന് വെച്ചാൽ അവര് നിങ്ങളെ അവോയ്ഡ് ചെയ്യുക തന്നെയാണ്. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടെ ഫീലിങ്സ് ഹൈഡ് ചെയ്യാൻ കഴിയുന്നില്ല. അവരുടെ ഉള്ളിലുള്ള ട്രിഗറിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ഇഗ്നോർ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്. ഒപ്പം തന്നെ അവർ വളരെ സ്ട്രോങ് ആയിട്ടൊക്കെ കാണിക്കാൻ ശ്രമിക്കാറുണ്ട്. അത്രയും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഉള്ളിൽ അവർ ഡീപ്പ് ഇൻസൈഡ് അവർ വളരെ വീക്കാണ്. എസ്പെഷ്യലി നിങ്ങളുടെ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ പറ്റി ഓർക്കുമ്പോൾ. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അവർ വീണ്ടും നിങ്ങളുടെ ലൈഫിലോട്ട് വീണ്ടും എൻട്രി ചെയ്യും. അത് ഏതെങ്കിലും ഒരു ചെറിയൊരു മെസ്സേജ്, അല്ലെങ്കിൽ ഒരു റാൻഡം കോൾസ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയും എങ്ങനെയെങ്കിലുമൊക്കെ അവർ നിങ്ങളെ കണക്ട് ചെയ്യാൻ തോന്നും. മനസ്സിലായി? അത് പെട്ടെന്ന് എനിക്ക് അങ്ങനെ തോന്നി, അത് എന്തായാലും അവർ അങ്ങനെ ചെയ്യും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു എനർജിയാണ് അവർക്ക്. അവർക്കും ഇഷ്ടമുണ്ട്, നിങ്ങളെ അങ്ങ് ഉപേക്ഷിക്കാനോ അങ്ങനെയൊന്നും പറ്റുന്ന ഒരു എനർജിയും അല്ല അവരുടെ. അപ്പൊ നിങ്ങൾ ഇട്ടിട്ട് പോകുക, അല്ലെങ്കിൽ നിങ്ങൾ വേറെ രീതിയിലോട്ട് പോകുമ്പോൾ അവരെന്തായാലും നിങ്ങളായിട്ടൊരു കണക്ഷൻ വെക്കും. അവർക്ക് നിങ്ങളോട് ആ ഒരു കണക്ഷൻ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് പറയാൻ പറ്റും ഈ ഒരു പേഴ്സൺ നിങ്ങളെ കംപ്ലീറ്റ്ലി ലൂസ് ചെയ്യാൻ റെഡി അല്ല. ഓക്കെ. അങ്ങനെ വെച്ചാൽ പോലും അവർക്ക് എന്താ പറയുക, ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ അവർക്ക്
ഒരുപാട് സമയം വേണം. പെട്ടെന്ന് ഇപ്പോൾ നമ്മളെ വിട്ടുകളയാനോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു ഫാസ്റ്റ് ആയിട്ടൊരു കമ്മിറ്റ്മെന്റിനും അവർക്ക് കുറച്ച് പാടാണ്. അവർക്ക് ഇച്ചിരി ടൈം വേണം. പാടെന്ന് പറഞ്ഞാൽ താല്പര്യമില്ല എന്നല്ല, അവർക്ക് സമയം വേണം അതിന്. ഒരു പേഴ്സന്റെ എനർജി നമുക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് പാസ്റ്റ് ഇഷ്യൂസും വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ട്രസ്റ്റ് ബ്രേക്ക് ആയിട്ടുണ്ട്. മേ ബി ഒരു റിലേഷൻഷിപ്പ് അതല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ അല്ലെങ്കിൽ അവരുടെ മുൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പെയിനും ആവാം. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഫുള്ളി ഓപ്പൺ ആവാൻ അവർക്കൊരു ചെറിയൊരു പേടിയുണ്ട്. മനസ്സിലായോ? എത്രത്തോളം വിഷമൊക്കെ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ട്രോമ അവിടെ കിടക്കുന്നത് കൊണ്ട് തന്നെ പതുക്കെ മൈൻഡ് ബാക്കിലോട്ട് അടിക്കാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. നിങ്ങളുടെ എനർജി എന്ന് പറയുമ്പോൾ ചില സമയത്ത് നിങ്ങൾക്ക് തോന്നും ഞാൻ ഇത്രയൊക്കെ വെയിറ്റ് ചെയ്യണോ, ഞാൻ ഇത്രയൊക്കെ കൊടുക്കണോ എന്നൊക്കെ. അതിനൊക്കെ പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിക്കാറുണ്ട്. നിങ്ങൾക്ക് ഇവരോടുള്ള ഇഷ്ടക്കുറവിന്റെ അല്ല, പക്ഷെ ഇങ്ങനെ ഇവർ ഈ ഒരു ഡിസ്റ്റൻസ് കാണിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു റിലേഷനിൽ നിന്ന് പറയാന്ന് വെച്ചാൽ എല്ലാ ലെസൺസും നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ തരാനും അങ്ങനെയുള്ള മാത്രമല്ല, ചിലത് നമ്മുടെ ലെസൺസ് പഠിക്കാൻ വേണ്ടി കൂടെയാണ് യൂണിവേഴ്സ് തരുന്നത്. അപ്പൊ ഇവിടെ ഒരു ലെസൺ ആണ് നമ്മൾ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ക്ഷമയോടുകൂടി നമ്മൾക്കൊരു സെൽഫ് വാല്യൂ ഒക്കെ കൊടുത്ത് തന്നെ നമ്മൾ മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. ഇത് നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അല്ലാതെ നിങ്ങളിപ്പോൾ ഈ ഒരു പേഴ്സൺ ഇട്ടിട്ട് അതല്ലെങ്കിൽ നിങ്ങൾ പോവണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം കൂടെ കുറച്ചുകൂടെ നോക്കി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു ഹാപ്പിനെസ്, നിങ്ങളുടെ ആ ഒരു ഗ്ലോ അതൊക്കെ വിസിബിൾ ആവുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞൊരു ഈഗോയൊക്കെ ഉണ്ടാവാനുള്ളൊരു ചാൻസ് വളരെ കൂടുതലാണ്. അതായത് അവർക്ക് തോന്നാറുണ്ട് ഞാൻ അവരെ നഷ്ടപ്പെടുത്തിയോ അല്ലെങ്കിൽ ഞാൻ അവരെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ. അതായത് നമ്മളോട് കൂടുതൽ ഇഷ്ടം തോന്നിക്കഴിയുമ്പോൾ നമ്മൾ കുറെ കൂടെയൊക്കെ അവരെ മൈൻഡ് ചെയ്യാതൊക്കെ ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാവുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഇമോഷണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സന്റെ ഉള്ളിലും വരും. നിങ്ങൾ ബ്രേക്ക് ചെയ്തോ കംപ്ലീറ്റ്ലി മിണ്ടാതിരിക്കോ. ഇപ്പൊ അങ്ങനെ നമ്മൾ പുറകെ പോവാതെ നിങ്ങൾ മാറി നിൽക്കുന്നെങ്കിൽ ഓക്കെ ഫൈൻ, അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം, വിളിക്കുകയാണെങ്കിൽ വിളിക്കാം. പക്ഷെ നമ്മൾ കൂടുതലായിട്ട് അങ്ങോട്ട് പഴയതുപോലെ അങ്ങ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കൊടുത്തു പോകണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ തന്നെ നോക്കുക. അങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ നിങ്ങളുടെ ആ ഒരു ലൈഫ് പേർപ്പസ് അല്ലെങ്കിൽ ഈ ഒരു എനർജീനെ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവർക്ക് എന്തൊക്കെയാണ് ഒരു റിയൽ ആയിട്ടുള്ള ആ ഒരു കളികളൊക്കെ തുടങ്ങാൻ പോകുന്നത് ആ ഒരു സമയത്താണ്. പിന്നെ ഇവിടെ റിയൂണിയൻ എനർജി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഡിസ്റ്റൻസ് ആണെങ്കിൽ പോലും നല്ല രീതിയിൽ റിയൂണിയൻ എനർജി ഉണ്ട്. ക്ലിയർ ആണ്, അവർ തിരിച്ചു വരും. പക്ഷെ അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഡ്രമാറ്റിക് ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല, പതുക്കെ പതുക്കെ. മനസ്സിലായോ? അങ്ങനെയാ വരുന്നത്. ആദ്യം ഒരു ചെറിയ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ പിന്നെ ഒരു സ്ലോ ബോണ്ടിങ്, അല്ലെങ്കിൽ പിന്നെ ഒരു ഇമോഷണൽ എന്താ പറയുക ഓപ്പണിങ്, അങ്ങനെയുള്ള രീതിയിൽ. അതായത് നിങ്ങൾ അവരുടെ ഡിസ്റ്റൻസിലോട്ട് മാറും. ഇപ്പൊ ചിലപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കാം, അതല്ല എങ്കിൽ നിങ്ങൾ അവരുടെ പുറകെ വിളിച്ചു പോയാൽ അവർ ചിലപ്പോൾ പ്രതികരിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കി നിങ്ങൾ അധികം അവരിലോട്ട് എനർജി കൊടുക്കാതിരിക്കുമ്പോൾ അവർ വരുന്ന ഇങ്ങനെയായിരിക്കാം അവർ വരുന്നത് എന്നാണ് നമ്മളൊരു യൂണിവേഴ്സ് പറയുന്നത്. അവർക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ക്ഷമ പറയണമെന്നും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് വാക്കുകൾ കിട്ടുന്നില്ല. പലവട്ടം അവർ നിങ്ങളോട് ടൈപ്പ് ചെയ്യാറുണ്ട് ടെക്സ്റ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ അടുത്തോട്ട് വരാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ ലാസ്റ്റ് മൊമെന്റിൽ അവർ സ്റ്റോപ്പ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഈഗോ അല്ല, ഇതൊക്കെ അവരുടെ ഉള്ളിലുള്ളൊരു ഫിയർ ആണ്. നിങ്ങൾ അവരുടെ ഒരു സേഫ് പ്ലേസ് ആണ്. പക്ഷെ അവർക്ക് ആ ഒരു സേഫ് പ്ലേസ് അവർ ഡിസേർവ് ചെയ്യുമോ, അല്ലെങ്കിൽ അത് ഓക്കെ ആണോ, അല്ലെങ്കിൽ അത് എനിക്ക് എത്രത്തോളം അങ്ങനെയൊക്കെ കുറെ ക്വസ്റ്റ്യൻസും കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഫുള്ളി ഒരു ഡൗട്ടായിട്ടുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു ആ ഒരു പേഴ്സന്റെ എനർജി. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ പറയാൻ പറ്റും ഈ ഒരു ബന്ധം ശരിക്കും പറഞ്ഞ ഒരു കാമിക് ക്ലിയറൻസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. നിങ്ങൾ തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മുൻപ് അൺഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ലവ് സ്റ്റോറി ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനോ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റോ ഒന്നുമല്ല, പക്ഷെ ഒരു സ്ലോലി പോകുന്ന ഒരു ഒരു പ്രോസസ്സാണ്, ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഇനി കൺട്രോൾ, അതായത് അവരിൽ കൺട്രോൾ ചെയ്യുക. അതായത് കംപ്ലീറ്റ്ലി പിടിച്ചിട്ട് തന്നെ വേണം അങ്ങനല്ല. നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടല്ലോ, അതിനെ റിലീസ് ചെയ്യുക. ഒന്നിനും നിങ്ങൾ ഫോഴ്സ് ചെയ്യരുത്, ചേസ് ചെയ്യരുത്, ഒന്നും നിങ്ങൾ അലോ ചെയ്യുക. മനസ്സിലായോ? എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പേർപ്പസ് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ കൂടുതൽ നോക്കുക.
ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് നാച്ചുറലി അല്ലെങ്കിൽ എന്തായിരിക്കും വരിക എന്നൊക്കെ ഒരു ടെൻഷൻ കാണും. അത് നിങ്ങൾ നാച്ചുറലി നടക്കട്ടെ എന്ന രീതിയിൽ നിങ്ങൾ മൈൻഡ് സെറ്റ് ആക്കുക. നിങ്ങൾ വളരെ കാമായിട്ടിരിക്കുക. അപ്പോൾ യൂണിവേഴ്സ് നമ്മൾ എത്രത്തോളം കാമാവുന്നു, ആ ഒരു നമുക്ക് വേണ്ട ആഗ്രഹത്തെ നമ്മൾ റിലീസ് ചെയ്തിട്ട് നമ്മൾ എത്രത്തോളം കാമാവുന്നു, അപ്പോഴാണ് യൂണിവേഴ്സ് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ടെൻഷൻ അടിച്ച് അതെന്തായി, ഇതെന്തായി, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ കൂടുതൽ കൂടുതൽ ചോദ്യങ്ങളും ഓവർ തിങ്കിങ്ങും ഒക്കെ നടക്കുമ്പോൾ യൂണിവേഴ്സ് ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ കാര്യങ്ങൾ കൊണ്ടുപോകും. നമ്മൾ നമ്മൾ ചെയ്തു, നമ്മുടെ കാര്യം കഴിഞ്ഞു. ആ ഒരു പോസിറ്റീവ് എനർജി നമ്മൾ റിലീസ് ചെയ്തു. അപ്പോൾ യൂണിവേഴ്സ് അതിനെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഒരു പേഴ്സൺ തിരിച്ചു വരും. സ്ട്രോങ് ആയിട്ട് തന്നെ അവർ തിരിച്ചു വരും. പക്ഷെ നിങ്ങൾ പഴയ പോലെ അക്സെപ്റ്റ് ചെയ്യരുത് ഇവരെ. മനസ്സിലായോ? ഓടിച്ചാടി പോയി ഓക്കെ ഫൈൻ അങ്ങനെയല്ല. നിങ്ങൾ നല്ലൊരു ഹെൽത്തി ബൗണ്ടറി വെക്കണം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു റെസ്പെക്റ്റ് എന്ന് പറയുന്ന സാധനമുണ്ട്. അത് നിങ്ങൾ വാങ്ങിച്ച് അല്ലെങ്കിൽ നിങ്ങളത് നേടിയെടുക്കണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്താ പറയുക, എല്ലാം നമ്മൾ ഈക്വൽ ആയിരിക്കണം. മനസ്സിലായി? അപ്പം നമ്മളൊരു ചെറിയൊരു നെഗറ്റീവ് അല്ലെങ്കിൽ ചെറിയൊരു ഇതിൽ നമ്മൾ താന്നു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. ഒരാൾ മാത്രം എഫേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റേജ് കഴിഞ്ഞു. ഇപ്പോൾ ഒരു ബാലൻസിങ് സ്റ്റേജ് ആണ് വേണ്ടത് ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഫൈനലി കോൺടാക്ട് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്ന് വെച്ചാൽ പോസിറ്റീവ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ലോങ് ടേം ഒരു റിലേഷൻഷിപ്പ് വേണം, ഫാമിലി വേണം, സ്റ്റെബിലിറ്റി വേണം, ഹാപ്പിനെസ് വേണം. എല്ലാം പോസിബിൾ ആണ്. പക്ഷെ അതിനൊരു ഡിവൈൻ ടൈമിങ്ങും വേണം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മൈൻഡിനെ സെറ്റ് ചെയ്താൽ മാത്രമേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുള്ളൂ. നിങ്ങൾക്ക് തോന്നുന്ന പെയിൻ, കൺഫ്യൂഷൻസ് എല്ലാം ടെമ്പററി ആണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ശരിക്കും പറഞ്ഞാൽ ഒരു ഹാപ്പി എൻഡിങ്ങിൽ എത്തും. പക്ഷെ ജേർണിയിൽ നിങ്ങൾ സ്ട്രോങ് ആയി മാറണം. ഓക്കെ, നിങ്ങൾ കൂടുതൽ കണ്ടില്ല, കേട്ടില്ല, വിളിച്ചില്ല എന്നും പറഞ്ഞ് ടെൻഷൻ അടയ്ക്കാതെ ഒന്നുമില്ല. നിങ്ങളെല്ലാം യൂണിവേഴ്സിന് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക, യൂണിവേഴ്സ് തരുന്ന ആ ഒരു ഗിഫ്റ്റിന് വേണ്ടി. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ സ്വീറ്റും വളരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് നൽകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.